ഇന്ന് മാർച്ച് 19 ഔസേപിതാവിൻ്റെ മരണത്തിരുനാളാണ്. ഞങ്ങളുടെ അടുത്തുള്ള ദേവാലയമായ പാവർട്ടി പള്ളിയിലെ ഔസേപിതാവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അവിടെ 10 മണിയുടെ കുർബാനയ്ക്കാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത്. 10 മണിയുടെ കുർബാന റാസ കുർബാനയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു കുർബാന. കുർബാനയൊക്കെ കഴിഞ്ഞ് ക്യൂവിൽ നിന്നു. ക്യൂ എന്ന് പറയുന്നത് 1.5 ക്യൂ തന്നെയായിരുന്നു. തിക്കും തിരക്കും പിന്നെ പൊരിഞ്ഞ വെയിലും. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വരിൽ നിൽക്കുമ്പോൾ മണലൂർ നിയോജകമണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെയും കണ്ടു. രവീന്ദ്ര മാഷ് മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. അതുപോലെ സുരേഷ് ഗോപിയും കുർബാനയുടെ സമയത്ത് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കണ ഹോളിൽ കയറി. അവിടെ ചേച്ചിമാർ നമുക്ക് പ്ലേറ്റ് തന്നു. പ്ലേറ്റ് തന്നിട്ട് അതിൽ ചോറ് വിളമ്പി, കുറേ കറികൾ വിളമ്പി. കുറേ കറി എന്ന് പറയുമ്പോൾ സാമ്പാറും പിന്നെ സദ്യക്ക് വിളമ്പണം മറ്റേ കായ വറുത്തത്, ചക്ക വറുത്തത്, പിന്നെ ഒരു പഴം, ഇഞ്ചിമ്പുളി അച്ചാർ, പിന്നെ എന്തോ 2 കറി കൂടി ഉണ്ടായിരുന്നു. സദ്യ തന്നെ. ഇപ്പം സദ്യ നമ്മൾ വേഗം കഴിച്ചു. കാരണം ഞങ്ങളെ പോലെ ആ പൊരിഞ്ഞ വെയിലത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞവർ വേഗം പുറത്തേക്ക് ഇറങ്ങി. പുറത്തായിരുന്നു പായസം ഉണ്ടായിരുന്നു. അതും കുടിച്ചു. പായസം സൂപ്പറായിരുന്നു. ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്ന്, മരണത്തിരുന്നാളിൻ്റെ അന്ന് മാത്രമാണ് ഇവിടെ പായസം ഇത്രയധികം കറിയൊക്കെ കിട്ടണം. നോമ്പിലെ എല്ലാ ബുധനാഴ്ചയും ഇവിടെ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ട്. പക്ഷെ പായസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ബൈ.